അവൻ എന്തൊക്കെ മെസ്സേജുകളാണ് പാസ് ചെയ്യുന്നത്, അവൻ എന്തൊക്കെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതേ എന്തിനൊക്കെ ലൈക്ക് ചെയ്യുന്ന സ്വഭാവമാണ് അവരുള്ളത്. ഇങ്ങനെ ഓരോന്നും പരിശോധിച്ച് നമ്മുടെ മക്കൾക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ പേടിച്ച് തെറ്റ് ചെയ്യാതിരിക്കൽ നിങ്ങൾ കാണുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളെ എന്തിനു പേടിക്കണം? അതുകൊണ്ട് നിങ്ങളെയല്ല പേടിക്കേണ്ടത്, നിങ്ങൾ സ്ഥലത്തുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, നിങ്ങൾ ഭൂമിയിൽ തന്നെ ജീവിച്ചിരിക്കട്ടെ മരിച്ചു പോകട്ടെ, നിങ്ങളുടെ ഹയാത്ത് കാലത്തും മരണത്തിന്റെ ശേഷവുമൊക്കെ നമ്മുടെ മക്കൾ നന്നാവണം. അതിന് എന്താണ് അള്ളയെന്ന്, ആരാണ് അള്ളയെന്ന് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ബോധവൽക്കരണം അവർക്ക് കിട്ടിയേ തീരൂ. അവരേത് കോഴ്സിന് പഠിക്കുന്നവരാണെങ്കിലും എത്ര ഉയർന്നവരാണെങ്കിലും ദിനേന അവർക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള ബോധവൽക്കരണം കിട്ടിക്കൊണ്ടിരിക്കണം. ആ വിഷയത്തിൽ എന്റെ സഹോദരിമാര്, എന്റെ സഹോദരന്മാര് ശ്രദ്ധിക്കണം. വീടുകളിൽ എല്ലാ നിലക്കുമുള്ള സ്വാതന്ത്ര്യത്തിന് ഒരുക്കിക്കൊടുത്തു. ഫിലിമുകളും അതേ നിറഞ്ഞാടുന്ന ആണും പെണ്ണും തുണിയുരിഞ്ഞ് മദാലസ നൃത്തമാടുന്ന, തുണിയിരിഞ്ഞാടുന്ന സ്വകാര്യതകളിൽ പോലും മനുഷ്യന്റെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടുന്നത് പോലും പച്ചയായി കണ്ടുകൊണ്ട് ആസ്വദിക്കാനുള്ള സൗകര്യങ്ങൾ വീടുകളിൽ ഒരുക്കിക്കൊടുത്തു. അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കിക്കൊടുത്ത് പറഞ്ഞയച്ചിട്ട് ആ മക്കൾ പിഴച്ചുപോയാൽ, ആരൊക്കെ കാരണത്താൽ പിഴച്ചുവെങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ നരകത്തിൽ പോകും എന്നുള്ളതിന് പുറമേ നമ്മൾ വളരെ ആറ്റുനോറ്റ് വളർത്തി സ്നേഹിച്ചുണ്ടാക്കിയ ഈ മക്കൾ പോലും പടച്ച റബ്ബിന്റെ കോടതിയിലെത്തിയിട്ട് അള്ളാനോടൊരു കേസ് പറയാനുണ്ട്. അരിനല്ലതൈനി അവല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. ഞങ്ങൾക്ക് ഞങ്ങളെ പഴപ്പിക്കാൻ കാരണമായി തീർന്നിട്ടുള്ള, അത് ബാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ആരാണെങ്കിലും, അതേ അവരെ ഒന്ന് കാണിച്ചതാ, ഞങ്ങൾ അവരുടെ നെഞ്ചത്ത് കയറി അവരുടെ ശരീരത്തിൽ കയറിയിട്ടൊന്ന് ആടട്ടെ, ഞങ്ങൾ അവരെ ഞങ്ങളുടെ കാലിന്റെ അടിയിലിട്ടൊന്ന് ചവിട്ടി മതിക്കട്ടെ എന്നൊരു മകൻ നമ്മയ്ക്ക് വേണ്ടി നമ്മുടെ കാര്യത്തിൽ അല്ലാഹുവോട് പറയുന്നത്. ഏത് ഉപ്പാക്കാണ് ഇഷ്ടമുള്ളത്, ഏത് ഉമ്മയ്ക്കാണ് ഇഷ്ടമുള്ളത്? അതുകൊണ്ട് മക്കളെ, പടച്ച റബ്ബിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കണം. റബ്ബ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. റബ്ബറിയാതെ ഇവിടെ ഒന്നും നടക്കൂല. എല്ലാ കണ്ണുകളും ഉറങ്ങും, റബ്ബ് ഉറങ്ങൂല. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. ഒരു തൂങ്ങി ഉറക്കമോ മയക്കമോ അവന് ബാധിക്കുകയില്ല. ആഭാസത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട് സഹോദരി നീ പുറത്തിറങ്ങുന്നു, നിന്റെ മക്കളും അങ്ങനെ പുറത്തിറങ്ങുന്നു. ഒരു വേള ഒരു പക്ഷേ ബസ്സിലേക്കോ ട്രെയിനിലേക്കോ ഒക്കെ കയറുമ്പോ പർദ്ദ ധരിച്ചു പോകുന്ന പല പെൺകുട്ടികളും വാഹനത്തിലെത്തിയാൽ, പഠിക്കുന്ന സ്ഥാപനത്തിലെത്തിയാൽ അതങ്ങ് വാരി കീശയിലിട്ട് വേറെ ചില ആഭാസ വേഷങ്ങൾ ധരിക്കുന്നു. ആണും പെണ്ണും കലർന്നുകൊണ്ടുള്ള അവിഹിതമായ ഇടപെടലുകൾ നടക്കുന്നു. സ്റ്റഡി ടൂർ എന്ന പേരിൽ അതേ പല രാജ്യങ്ങളിലേക്കും ഒന്നിച്ചിടകലർന്നുകൊണ്ട് യാത്ര പോകുന്നു. അതുപോലെ തന്നെ പലതും അവസാനിച്ച് പലതും നഷ്ടമായിക്കൊണ്ട് തിരിച്ചു വരുന്നു. ഓടിപ്പോക്കുകൾ നടക്കുന്നു, ചാടിപ്പോക്കുകൾ നടക്കുന്നു. എവിടെയാണ് സമൂഹമേ പിഴച്ചുപോയത്? അതുകൊണ്ട് എന്താണ് പരിഹാരമെങ്കിൽ, മുസ്ലിമീങ്ങളെ, നമ്മുടെ ദീൻ, അല്ലാഹുവിന്റെ ദീൻ, ഇതിൽ സുരക്ഷിതമായി ജീവിക്കാൻ വേണ്ട എല്ലാ നിയമങ്ങളുമുണ്ട്. ആ നിയമങ്ങളെ നമ്മൾ ചെവി കൊടുക്കാതെ അനുസരണക്കേട് കാണിക്കുമ്പോഴാണ് എല്ലാ സ്ഥലത്തും കുഴപ്പമുണ്ടാകുന്നത്. അതുകൊണ്ട് ദീനിലേക്ക് മടങ്ങിക്കോ. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ. വഹ്ശൗ, നിങ്ങൾ പേടിക്കണം, യൗമൻ, ഒരു ദിവസത്തെ, ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. ഒരു ബാപ്പക്കും മക്കൾ പ്രയോജനപ്പെടൂല, ഒരു മക്കൾക്കും ബാപ്പ പ്രയോജനപ്പെടൂല. അല്ലാഹുവിന്റെ വാഗ്ദത്വം അത് സത്യമായി പുലരുക തന്നെ ചെയ്യും. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ഈ ലോക ജീവിതത്തിന്റെ സുഖം കണ്ട് മഞ്ഞളിച്ച് നിങ്ങൾ വഞ്ചിതരായി പോകണ്ട. ശൈത്താൻ എന്ന ഏറ്റവും വലിയ ചതിയൻ നിങ്ങളെ ചതിക്കല്ല. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ശൈത്താന്റെ ചതിക്കുഴികളിൽ വീഴാൻ എളുപ്പമാണ്. അതുകൊണ്ട് നിയന്ത്രണങ്ങൾ വേണം എല്ലാ രംഗത്തും. ഇസ്ലാം
ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ നമ്മൾ മനസ്സിലാക്കണം, ഗ്രഹിക്കണം. സത്യവിശ്വാസമേതെന്ന് മനസ്സിലാക്കണം, സദാചാരങ്ങളേതെന്ന് മനസ്സിലാക്കണം. അതിന്റെ പ്രചാരകരാവണം. ഇബ്ലീസിനെ സന്തോഷിപ്പിക്കുന്ന നിന്റെ ശരീരത്തിന്റെ സ്ത്രൈണഭാഗങ്ങൾ മുഴുവനും വെളിക്കിട്ട് ഇറുക്കിപ്പിടിച്ച ഡ്രസ്സുകളുമായി കൊണ്ട് നീ നടുറോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ, നീ വാഹനത്തിലേറി സഞ്ചരിക്കപ്പെടുമ്പോൾ പീഡിപ്പിക്കപ്പെടുന്നു, ഉപദ്രവിക്കപ്പെടുന്നു. പെണ്ണേ, സഹോദരി, നീയും അതിന് കുറ്റക്കാരിയല്ലേ? നിന്നെ ആ രൂപത്തിൽ ഇറക്കിവിട്ട നിന്റെ രക്ഷിതാക്കളും കുറ്റക്കാരല്ലേ? അതുകൊണ്ട് എന്ത് വേണം? ഇസ്ലാം പറയുന്ന നിയമങ്ങൾ എല്ലാവരും പാലിച്ചാൽ പ്രയാസങ്ങളില്ലാത്തവര് ജീവിതം നമുക്ക് ഇവിടെ ഉണ്ടാകും, പരലോകത്തും രക്ഷയുണ്ടാകും. അതിനെന്ത് വേണം? അതിന് നമ്മൾ അറിവ് നേടണം. അതിനനുസരിച്ച് ഖുർആൻ പഠിക്കണം, ഹദീസുകൾ പഠിക്കണം, പഠിപ്പിക്കണം. അതിനു വേണ്ട സംവിധാനങ്ങൾ നമ്മൾ ആലോചിച്ച് ചെയ്യണം. ആ അർത്ഥത്തിലൊക്കെ ഇസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു ബോധവൽക്കരണം സമൂഹത്തിന് ഇങ്ങനെ കിട്ടാനാണ് ഇതുപോലെയുള്ള ക്യാമ്പയിനുകൾ പ്രഖ്യാപിക്കപ്പെടുന്നത്. മതം സുരക്ഷയാണ് ജനങ്ങളെ എന്ന് സമൂഹത്തോട് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ആർക്കൊക്കെ ഏതൊക്കെ കാര്യങ്ങളിൽ സുരക്ഷിതത്വമില്ലെന്ന് ഭയം തോന്നുന്നുവോ, പരിഹാരം ഇസ്ലാമിലുണ്ട്. പരിഹാരം ഇസ്ലാമിന് പറയാനുണ്ട്. ദൈവിക മതമായ റബ്ബിന്റെ മതത്തിന് പറയാനുണ്ട്. അത് മനുഷ്യകരം കൊണ്ട് എഴുതി ഉണ്ടാക്കിയ നിയമങ്ങളല്ല. മനുഷ്യകരം കൊണ്ട് എഴുതി ഉണ്ടാക്കിയ നിയമങ്ങളൊക്കെ ആറടി മണ്ണിൽ ചേർന്ന് കഴിഞ്ഞിട്ടുള്ള കാലമാണ്. അതുകൊണ്ട് തെറ്റുപറ്റാത്ത നിയമം എന്ന് പറയുന്നത് എല്ലാ കാലത്തെ സംബന്ധിച്ചും കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ കാലത്തെ സംബന്ധിച്ചും കാര്യത്തെ സംബന്ധിച്ചും അറിയാവുന്ന അലീമും ഖബീറുമായ റബ്ബുണ്ടാക്കിയ നിയമങ്ങളെ കുറ്റമറ്റ നിയമങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതിലേക്ക് മടങ്ങണേ. അതിലാണ് സുരക്ഷിതത്വം, അതിലാണ് സംരക്ഷണമുള്ളത്. ആ ഒരവസ്ഥയിലേക്ക് മാറണമെന്ന് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഉണർത്തിക്കൊണ്ട് ഇനിയുള്ള മാസക്കാലങ്ങളിലും അതേ മതം സുരക്ഷയാണെന്ന് ഈ ഒരു ആദർശത്തെ അതേ എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് ഒരേ മനസ്സോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരേ ആദർശത്തിന് വേണ്ടി അതേ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അതല്ലേ നമ്മളെ ഇവിടെ ഒരുമിപ്പിച്ചത്, നാം ഇവിടെ ഒരുമിച്ച് ചേർന്നത്, ഇവിടെ ഇരിക്കുന്നത്, ഇതിൽ പങ്കെടുക്കുന്നത്, സ്നേഹത്തോടെ പിരിഞ്ഞു പോകുന്നത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ. ആ വജ്ഹ് ഉദ്ദേശിച്ച് ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോ നമ്മെ തമ്മിലടിപ്പിക്കാൻ ഇതിന്റെ ശത്രുക്കൾക്ക് ആഗ്രഹമുണ്ടാകും. ഇവരൊന്നിച്ച് നീങ്ങാൻ സമ്മതിക്കൂല എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. അത് സൂക്ഷിക്കണം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബ് രാജ്യത്ത് തൗഹീദിന്റെ പ്രഖ്യാപനം നടത്തിയിട്ട് അവസാന കാലത്ത് സഹാബിമാരോട് പറഞ്ഞില്ലേ, ഓ സഹാബിമാരെ, ശൈത്താനിനി അവനെ പൂജിക്കുന്ന ആളുകളെ കിട്ടുമെന്ന് അവന് നിരാശപ്പെട്ടിരിക്കുന്നു. അവനെ പൂജിക്കൂല എന്ന് അവനിപ്പോ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അവൻ അടങ്ങിയിരിക്കൂല. അവൻ നിങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്നത് ശ്രദ്ധിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹാബത്ത് അത് വളരെ ശ്രദ്ധിച്ചവരാണ്. അതേ കേട്ടുകേൾവിയുടെയും ഊഹാപോഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആരുടെയും കള്ളവാർത്തകൾ ഒരിക്കലും കേട്ടുപോകരുത്. ആരെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ലക്ഷ്യത്തിന് പ്രചരിപ്പിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥം എന്താണെന്ന് അന്വേഷിച്ചറിയണം. ജീവിച്ചിരിക്കുന്നവരോട് നേരിട്ട് ചോദിച്ചറിയണം. അപ്പോൾ മനസ്സിലാകും തെറ്റിദ്ധാരണകളാണ്, ഊഹാപോഹങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഊഹങ്ങൾ വർജിച്ചുകൊണ്ട്, തെറ്റിദ്ധാരണകൾ വർജിച്ചുകൊണ്ട് അതേ റബ്ബിന്റെ ദീനിന് വേണ്ടി അള്ളാഹുവിന്റെ ഈ ആദർശം പ്രഖ്യാപിക്കാൻ, അത് സമൂഹത്തിന് പകർന്നു കൊടുക്കുവാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ എന്ന പ്രാർത്ഥനയോടെ ഉറച്ച കാൽവെപ്പുമായി കൊണ്ട് മുന്നോട്ട് പോയാൽ ആരെത്ര പരിഹസിച്ചാലും ആരെത്ര കളിയാക്കിയാലും പതറിപ്പോകാത്ത ഈമാനുമായി കൊണ്ട് മുന്നോട്ട് പോയി അതേ കൃത്യമായി ഒരേ മനസ്സോടെ ഈ ആദർശ പ്രബോധന രംഗത്ത് ഉറച്ചു നിന്നാൽ അല്ലാഹുവിന്റെ സഹായം ഉറപ്പാണ്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ സഹായിച്ചാൽ അവൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കാൽപാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തും. അതേ അവസരത്തിൽ ഭിന്നതയുണ്ടായാലോ നമ്മൾ തരക്കേടില്ല. നമ്മൾക്ക് ഒരുപാട് ആളുകളുണ്ട്, നമ്മെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ലെന്ന അഹങ്കാരം വന്നാലോ, ഹുനൈൻ യുദ്ധത്തിൽ എന്താ സംഭവിച്ചത്?
ഹുനൈൻ യുദ്ധം, ഒരുപാട് സഹാബിമാര് പങ്കെടുത്ത ഹുനൈൻ യുദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ എന്താ അവിടെ സംഭവിച്ചത്? ആ ഹുനൈൻ യുദ്ധത്തിലേക്ക് പോകുമ്പോ ചില ആളുകൾക്കൊക്കെ തോന്നി നമ്മളിപ്പോ ഒരുപാട് ആളുകളുണ്ട്, മുമ്പത്തെ പോലെ നമ്മൾ അംഗസംഖ്യ കുറവൊന്നുമല്ല, അതുകൊണ്ട് നമ്മളെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ലെന്ന് ചിലർക്കൊക്കെ തോന്നിയപ്പോൾ യുദ്ധത്തിന്റെ ചില ഘട്ടങ്ങളിൽ ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് പരാജയമാണ് അല്ലാഹു കൊടുത്തത്. അതേ അവസരത്തിൽ ബദറിൽ പരാജയമുണ്ടായില്ലല്ലോ, ഇത്രയൊന്നും ആളില്ലാതെ ബദറിൽ വിജയമാണ് ഉണ്ടായത്. അപ്പൊ ആളുണ്ടായിട്ട് എന്നുള്ള അഹങ്കാരം വേണ്ട, എല്ലാം തികഞ്ഞു എന്ന തോന്നൽ വേണ്ട. അതുകൊണ്ട് കൃത്യമായി ഇഖ്ലാസോടെ അതേ എത്ര തന്നെ ആളുണ്ടായാലും ഇല്ലെങ്കിലും ഈ ആദർശം എത്തിക്കുവാൻ ഞങ്ങളെയുള്ളൂ എന്ന നിലക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ ആദർശം എത്തിക്കുവാൻ, മതത്തിന്റെ ഈ മഹത്വം സമൂഹത്തെ ബോധവൽക്കരിക്കുവാൻ, അത് സ്വയം ഉൾക്കൊള്ളുന്നതിന്റെ പുറമേ അത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും ഉണ്ടെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ ഞാൻ സംസാരിച്ചതും നിങ്ങൾ കേട്ടതും നമ്മൾ ഈ കൂടിയിരുന്നതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ശബ്ദം ചൊല്ലിക്കൊണ്ട് ഈ ലോകത്തു നിന്ന് വിട പറയാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാര്, പണ്ഡിതന്മാര്, നേതാക്കൾ, പ്രവർത്തകന്മാര്, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബറുകളെ അല്ലാഹു സ്വർഗത്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും ഖബറിലെ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാമും നമ്മുടെ ഖബറുകളിൽ എത്തിയാലുള്ള പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين، توفنا مسلمين وألحقنا بالصالحين، توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.